അതോടൊപ്പം തന്നെ നമുക്ക് ഈ കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പോൾ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ നിയമസഭയിലേക്ക് തുടർച്ചയായി കാലങ്ങളോളം തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. KM മാണി പാലായിൽ നിന്ന് വിജയിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആണെങ്കിൽ പാർലമെന്റിലേക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടർച്ചയായി വലിയ മാർജിനിൽ വിജയിച്ച് കയറുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ സോണിയാഗാന്ധി തുടർച്ചയായി 5 തവണ വിജയിച്ച മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ടല്ലോ റായ്ബറേലിക്ക്. അതെ, സോണിയാഗാന്ധി 2004 മുതൽ മണ്ഡലത്തെ അവർ ശക്തമായി അവിടെ നിന്ന് പ്രതിനിധീകരിക്കുകയാണ്, നല്ല ഭൂരിപക്ഷം. പക്ഷേ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട, ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ്. ഏതായാലും ശക്തമായൊരു മത്സരം അവർ നടത്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2019 ദിനേശ് പ്രതാപ് സിംഗിനോട് ഏറ്റുമുട്ടി. 2014 അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല, ഒരു സുപ്രീം കോടതി ലോയറാണ് അജയ് അഗർവാൾ അന്ന് മത്സരിച്ചത്. അവർ അദ്ദേഹം ഈ ബോഫോസ് കേസ്, അതുപോലെ നമ്മുടെ ഫേക്ക് സ്റ്റാമ്പ് പേപ്പർ കേസ്, വ്യാജമുദ്രപത്ര കേസ്, അതുപോലെ താജ് കോറിഡോർ കേസൊക്കെ കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുള്ള ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണ് 2014 സോണിയാഗാന്ധിയെ നേരിട്ടത്. 2009 പിന്നെ RB സിംഗ്, പിന്നെ BJP അവിടെ നേരിട്ടത്. RSPയുടെ ഒരു കുശ്വാഹ എന്ന ഒരു, അദ്ദേഹം അവിടുത്തെ ഒരു MLA ആണ്, നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് BSPയുടെ. ഇവരൊക്കെയാണ് നേരിട്ടത്. 2006 BJP ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ കൊടുക്കുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിൽ നമ്മുടെ പഴയ ബജ്രംഗ് ദൾ നേതാവ് വിനയ് കട്ടിയാരെയൊക്കെ അവിടെ കൊണ്ട് മത്സരിപ്പിച്ചു. പക്ഷേ ദയനീയമായി അദ്ദേഹം പരാജയപ്പെട്ടു. വിനയ് കട്ടിയാർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. വളരെ ഇതൊക്കെയായി. ഇതിനിടയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ വരുന്നുണ്ട്. കാരണം ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന ഒരു നടപടിയുടെ ഭാഗമായി സോണിയാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും 2004 ഇത് രാജിവെക്കേണ്ടി വന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ജയപ്രദയെ രാജ്യസഭയിലേക്ക് അന്ന് തെരഞ്ഞെടുത്തൊരു സാഹചര്യത്തിൽ ഈ കോൺഗ്രസ് തന്നെ ഈ ജയപ്രദ അവിടെ UP ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണാണ്. അതുകൊണ്ട് അവർക്ക് ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ കീഴിൽ വരും. അങ്ങനെ അവർക്ക് ഈ രാജ്യസഭ അംഗമാകാൻ കഴിയില്ല എന്നൊരു പ്രഖ്യാപനമുണ്ടായി. പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ അവരെ അതിൽ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ സോണിയാഗാന്ധിക്കും സമാനമായ ഒരു സാഹചര്യമുണ്ട് എന്ന ആരോപണം വന്നു. അത് അവർ നാഷണൽ, അന്നത്തെ ദേശീയ ഉപദേശക സമിതിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ ആ ദേശീയ ഉപദേശക സമിതി ചെയർമാൻ ആയ സോണിയാഗാന്ധി ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ കീഴിൽ വരും എന്നതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷൻ അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഏതായാലും സോണിയാഗാന്ധി അന്ന് രാജിവെക്കുകയും അവരൊരു ബൈ ഇലക്ഷനെ നേരിടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവർ ഈ കോൺഗ്രസ് ഇതിനൊക്കെ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. ഈ ദേശീയ ഉപദേശക സമിതിയിലെ പിന്നെ അധ്യക്ഷയ്ക്ക് അത് ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ കീഴിൽ വരില്ല എന്ന തരത്തിലൊക്കെ ഒരു ഇത് കൊണ്ടുവരികയും ചെയ്തു. അന്ന് ഈ അനിൽ അംബാനിക്കും സമാനമായ ഒരു രാജ്യസഭയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനും സമാനമായൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നു. ഏതായാലും സോണിയാഗാന്ധി 2004 അവരുടെ ജയം, അത് അന്ന് BJP അത്ര സ്ട്രെങ്ത് അല്ല. അവിടെ SP ആണ്, അശോക് കുമാർ സിംഗ് ആണ് SPയിലെ അവിടുത്തെ സ്ട്രെങ്ത്, പ്രധാന എതിരാളി. പിന്നെ BSPയിലെ രാജേഷ് യാദവ് ഉണ്ട്. അപ്പോൾ SPയും BSPയോടുമാണെന്ന് കോൺഗ്രസ് പ്രധാനമായും ഏറ്റുമുട്ടുന്നത്. BJPയുടെ ഈ ഗിരീഷ് നാരായണൻ പാണ്ഡെ എന്ന വലിയ ചെറിയ ഒരു സാഹചര്യത്തിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ നേരത്തെ ഈ മണ്ഡലം കോൺഗ്രസിനൊന്ന് കൈവിട്ടുപോയൊരു സാഹചര്യം നമുക്കറിയാമല്ലോ. ഈ 96-ലും 98-ലും ഉണ്ടായി. അന്ന് ഈ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു സഹോദരിയുണ്ട്. പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഭാര്യയുടെ സഹോദരനുണ്ട്, കൈലാസ് നാഥ് കൗൾ എന്നാണ് പേര്. ഈ കമല നെഹ്റുവിൻ്റെ യഥാർത്ഥ പേര് കമല കൗൾ എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികം അവരുടെ ഒരു സഹോദരൻ, ഈ കൈലാസ് നാഥ് കൗൾ എന്നൊരു സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷീല കൗൾ അവിടുത്തെ ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തകയാണ്. അവർ പലതവണ ലക്നൌവിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഷീല കൗൾ നേരത്തെയും ഈ നമ്മുടെ റായ്ബറേലിയിലും 89-ലും 81-ലും ഒക്കെ അവിടെ നിന്ന് 91-ലും 91-91-ലും ഒക്കെ ജയിച്ചിട്ടുള്ള ഇത് നെഹ്റുവിൻ്റെ സിസ്റ്റർ ഇൻ ലോ നമുക്ക് പറയാം. അങ്ങനെ അവരുടെ രണ്ട് മക്കളാണ് വിക്രം കൗളും അതുപോലെ ഈ ദീപ കൗളും. ഇവർ രണ്ടുപേരും ഇവിടെ പിന്നെ 96-ലും 98-ലും ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒട്ടും ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ദയനീയമായി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം അതുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ 99-ൽ ക്യാപ്റ്റൻ സതീഷ് ശർമ്മ എന്ന ഒരു കോൺഗ്രസ് വിശ്വസ്തൻ, നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനെ, പ്രത്യേകിച്ച് ഈ രാജീവ് ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിനെ
അവിടെ കൊണ്ട് മത്സരിപ്പിക്കുകയും അതൊരു വീണ്ടും അവരുടെ നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് വരാനായിട്ട് 99-ൽ അങ്ങനെ കൊണ്ടുവരികയാണ്. അതിനുശേഷമാണ് 2004-ൽ അത് ആ മണ്ഡലം സുരക്ഷിതമാണെന്ന് കണ്ട് സോണിയാഗാന്ധി അവിടെ തൻ്റെ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നത്. ആ മണ്ഡലമാണ് ഇനി കോൺഗ്രസ്സിന് നഷ്ടമാകുമോ ഇല്ലയോ എന്ന് ഉത്തരേന്ത്യയിലെ എല്ലാ ജേർണലിസ്റ്റുകളും ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും